പ്രിയമുള്ളവരെ, ഇസ്ലാം കാര്യങ്ങൾ 5 മദ്രസ തൊട്ടേ നാം പഠിച്ചു മനസ്സിലാക്കിയ കാര്യമാണ്. ഈ 5 കാര്യങ്ങളിൽ വളരെ പ്രാധാന്യത്തോടു കൂടെ നാം മനസ്സിലാക്കേണ്ട, ചെയ്യേണ്ട ഒരു കാര്യമാണ് സക്കാത്ത് എന്നുള്ളത്. സക്കാത്ത് ഇസ്ലാം കാര്യങ്ങളിൽ വളരെ ഗൗരവത്തോടെ നാം മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. അന്ത്യനാൾ അടുക്കുമ്പോഴേക്കും സക്കാത്ത് കൊടുക്കാൻ മനസ്സില്ലായ്മ, വിമുഖത കാണിക്കുന്ന ആളുകൾ വളർന്നു വരുമെന്നും നമുക്ക് കിതാബുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. സക്കാത്ത് എന്ന് പറയുമ്പോൾ ഒരുപാട് വസ്തുക്കളിൽ സക്കാത്ത് ഇല്ല. വളരെ കുറച്ചു വസ്തുക്കളിൽ മാത്രമാണ് ഇസ്ലാം സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുള്ളത്. അതിൽ പോലും സക്കാത്ത് കൊടുക്കാൻ മടി കാണിക്കുന്നവരാണെങ്കിൽ പടച്ചോന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഫബശ്ശിർഹും, നബിയെ സക്കാത്ത് കൊടുക്കാതെ പൈസ എടുത്തു വെക്കുന്ന ആളുകൾക്ക് അറിയിച്ചു കൊടുക്കണം, ബി അദാബിൻ അലീം, അവർക്ക് വേദനയുള്ള ഒരു ശിക്ഷ ഉണ്ട് എന്ന്. യൗമ യുഹ്മാ അലൈഹ ഫീ നാരി ജഹന്നം ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും. അന്നേ ദിവസം ആഖിറത്തിൽ സക്കാത്ത് കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ച ആളുകളുടെ സ്വത്തെടുത്തുകൊണ്ട് നരകത്തിലിട്ട് ചുട്ടുപഴുപ്പിച്ചുകൊണ്ട് അതെടുത്ത് ഇവരുടെ ശരീരഭാഗങ്ങളിൽ ഇസ്തിരി വെക്കും പോലെ ചൂടാക്കി അവരെ ശിക്ഷിക്കുമെന്ന് അള്ളാഹു പറയാൻ. എന്നിട്ടോ അള്ളാഹു ഇവരോട് പറയാണ്, ഹാദാ മാ കനസ്തും ലി അൻഫുസിക്കും, സക്കാത്ത് കൊടുക്കാതെ പൈസ എടുത്തു വെച്ചതുണ്ടല്ലോ, സക്കാത്ത് കൊടുക്കാതെ പൊന്ന് എടുത്തു വെച്ച് മാറ്റി വെച്ചതുണ്ടല്ലോ, ഇതിന് നിങ്ങൾ തിക്ത ഫലം ഇന്ന് അനുഭവിക്കേണ്ടതുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതിനാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ തന്നെ നമ്മൾ ആദ്യം സക്കാത്തിനെ പറ്റി പഠിക്കണം. ഏതൊക്കെ കാര്യങ്ങളിലാണ് സക്കാത്ത്, എന്നിട്ടത് കൊടുക്കാനും മനസ്സ് കാണിക്കണം. സ്വതക്ക കൊടുത്തിട്ടില്ലെങ്കിലും പടച്ചവൻ്റെ അടുത്ത് കുറ്റമില്ല. എന്നാൽ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഈമാൻ പൂർണ്ണവുമല്ല, അതോടൊപ്പം അള്ളാഹുവിൻ്റെ അടുത്ത് കുറ്റം നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിൽ നമുക്ക് സക്കാത്തിനെ പറ്റി അല്പാൽപമായിട്ട്, സ്വർണത്തിലെ സക്കാത്ത്, വെള്ളിയിലെ സക്കാത്ത്, ഫ്രൂട്ട്സുകളിലുള്ള സക്കാത്ത്, കൃഷികളിലുള്ള സക്കാത്ത്, മൃഗങ്ങളിലുള്ള സക്കാത്ത്, പൈസകളിലുള്ള സക്കാത്ത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.